പത്തനംതിട്ട വയ്യാറ്റുപുഴയിൽ കിണറ്റിൽ വീണ കടുവയെ പിടികൂടി. 8 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കടുവയെ കിണറിന് പുറത്തെത്തിച്ചത്. കടുവയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം തുടർ തീരുമാനമെടുക്കുമെന്ന് റാന്നി DFO N രാജേഷ് അറിയിച്ചു. പത്തനംതിട്ട വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിലാണ് കടുവ കിണറ്റിൽ വീണത്. പ്രദേശവാസി സദാശിവന്റെ പുരയിടത്തിലെ 7 അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് കടുവ അകപ്പെട്ടത്. പുലർച്ചെ 3-ന് വലിയ മുരൾച്ച കേട്ട് നോക്കിയപ്പോഴാണ് കടുവ കിണറ്റിൽ കിടക്കുന്നത് വീട്ടുകാർ കണ്ടത്. വനപാലകരെത്തി കിണറ്റിലെ വെള്ളം വറ്റിച്ച ശേഷം വലയിറക്കി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കടുവയെ കിണറിന് പുറത്തെത്തിച്ചു. കൂട്ടിലാക്കിയ ശേഷം കടുവയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. പരിശോധനാഫലം വന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് റാന്നി DFO N രാജേഷ് അറിയിച്ചു. നിലവിൽ ആരോഗ്യവാനാണ് കടുവ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ട് 4 വെറ്റിനറി സർജൻസ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അവർ അതിന്റെ ആരോഗ്യ പരിശോധന നടത്തിയതിനു ശേഷം ചീഫ് വൈൽഡ് വാർഡനോട് ഞങ്ങൾ കൺസൾട്ട് ചെയ്യും. ചീഫ് വൈൽഡ് വാർഡനാണ് ഇതിന്റെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത്. വില്ലൂന്നിപ്പാറയിൽ കാട്ടാന ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എങ്കിലും കടുവയെത്തിയത് ആദ്യമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആശ്വാസം ഞങ്ങൾക്കായില്ല. ദേവിയത് ഇവിടെ എങ്ങും വിടല്ലേ. കടുവ ഉദ്യാനമാണെങ്കിൽ അവിടെ അതിനെ എല്ലാവിധമായ സുരക്ഷയോടും കൂടി അവിടെ അതിനെ വളർത്തണം. പിടികൂടിയ കടുവയെ വനമേഖലയിൽ തുറന്നുവിട്ടാൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.